പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 15-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ,
പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്ന എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എൻ്റെ ജീവിത ചരിത്രമുണ്ട്. തെദേവ് എന്ന് പറയും. സ്വസ്ഥഗീതം എൻ്റെ പേര്. അത് 15 പറ്റി എഴുതി തീർത്തതാണ്. അതിൻ്റെ കോപ്പികളെല്ലാം ഇപ്പം തീരാനായി. അത് വലിയ പുസ്തകമാണ്, 2000 പേജുള്ള പുസ്തകം. കാര്യം ഇത്രയും നാളെ ദൈവ വഴികളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്, കടന്നു പോകുന്ന വഴികളെല്ലാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന വരെയുള്ള, അതിനുശേഷം സഭയുടെ പഠനങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നവരെയുള്ള ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നവർ ഞാൻ എഴുതിയണ കാലത്ത് എൻ്റെ മനസ്സ് ഞാൻ ഓർത്തതേ, എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അമ്മച്ചിയായിരുന്നു. അപ്പച്ചനാണ് എല്ലാ കാര്യത്തിനും ഇടപെട്ടെന്നെ പഠിപ്പിക്കണമെങ്കിലും ഈ ഈശോയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും പള്ളിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണത് ദുഃഖ വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, വലിയ ദിവസങ്ങൾ അപ്പൻ അതിനെക്കുറിച്ചും പറയും. പക്ഷെ അമ്മ അതിനെക്കുറിച്ച് അത് എങ്ങനെ പെരുമാറേണ്ടത്, എങ്ങനെ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ഈശോനെ സ്വീകരിക്കുന്ന വേദപാഠത്തിന് വേണ്ടി വിട്ടപ്പോൾ തന്നെ അമ്മ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെക്കുറിച്ച് കൊതി. എനിക്കാണെങ്കിൽ അതൊക്കെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത് കാരണം എനിക്ക് ഈശോയുമായിട്ട് 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്പനുമായിട്ട് ഈ 2-3 വയസ്സുള്ളപ്പോൾ ലാവമ്പട്ടം നടക്കാൻ പോകുമ്പോൾ ചെമ്പരത്തിക്കാട്ടിൽ ഈശോനെ കണ്ടായിരുന്നു. പക്ഷെ വലിയ രൂപം കണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഈശോയുമായിട്ട് എന്തോ ഒരു അഫിനിറ്റി ഉണ്ട്. ഈശോയ്ക്ക് എന്നോട് താല്പര്യമോ എനിക്ക് ഈശോനെ ഇഷ്ടമുണ്ടോ ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കമ്മ്യൂണിയനാണല്ലേ. പക്ഷെ ഫസ്റ്റ് കമ്മ്യൂണിയനോട് അടുത്ത സമയത്ത്, ഇത്രയും തീക്ഷണ അടുത്തെങ്കിലുമേ, എൻ്റെ കാല് മുഴുവൻ ചൊറി പിടിച്ചു പോയി. എൻ്റെ എല്ലാ സന്തോഷവും പോയി. അന്ന് എനിക്ക് ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അപ്പോൾ അതായത് കാല് മുഴുവൻ ചൊറി പിടിച്ചിട്ടേ അത് അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ് ഉള്ളത്, ഒരു ചെറിയൊരു ഡിസ്പെൻസറി. അവിടെ പോയി കാല് കാണിക്കും. അപ്പോൾ അവർ ഈ വയലറ്റ് നിറത്തിലുള്ളൊരു മരുന്ന് ഒഴിക്കും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴും വേദനയും ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ മരിച്ചു പിടിച്ച് വേദനയും പഴുപ്പ് ചാടലൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയം അടുക്കും തോറും ഇതിൻ്റെ പഴുപ്പും ചൊറിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് സാൻഡൊക്കെ നമ്മൾ സാധനമാണ് ഉള്ളത്, ഈ വെള്ള ഷൂസ് പോലെയുള്ള ഒരു നെയ്ത്ത് തൊട്ടി പോലെ ഇരിക്കുന്ന സാധനം, അതാണ് കാര്യം പൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോക്സൊക്കെ വാങ്ങിച്ച് സോക്സ് ഇട്ടപ്പോൾ തന്നെ ഈ ചൊറിയുന്ന പഴുപ്പും അതെല്ലാം പുറത്തു പോകുന്നു. സോക്സിൻ്റെ സ്റ്റാൻഡക്സ് കൂടി എടുത്ത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ബെൽറ്റിൽ പൂട്ടണ പോലെയുള്ള ബഗ്ഗുള്ളതാണ്. അത് പൂട്ടിയ നല്ല വേദന. കാലകത്തിരുന്ന് പഴുത്ത് വിങ്ങിയണേ.
അതിനിടയ്ക്ക് വേറൊരു കോമഡി സംഭവിച്ച്. അപ്പന് ചില്ലറ കലാപരിപാടിയൊക്കെ ഉള്ള കാരണം അപ്പം പറഞ്ഞ് ഈ തലയൊക്കെയാണ് കപ്പലയില്ലേ ഞാനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പനങ്ങനെ അപ്പന് അതിന് വേണ്ടി കുറേ ഒരാഴ്ച കഷ്ടപ്പെട്ട് കുറേ ലാത്തപ്പേപ്പറും കമ്പിയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം ഒരു കോമഡി തോന്നും. അന്ന് ഞാൻ ശരിക്കും ചമ്മിപ്പോയി കൂട്ടുകാരുടെ കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പനാണെങ്കിൽ ഇത് അപ്പൻ ഒറ്റ നിൽക്കുക. കാര്യം അപ്പനോട് എതിർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കാരണം കൊണ്ട് അടി പിടിക്കും. അപ്പന് എങ്ങനെയാണ് അപ്പൻ്റെ സ്വഭാവം അതായത് അപ്പം പറയണ അനുസരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ തൊഴിലൊക്കെ ഭയങ്കര അടി കിട്ടിയിട്ടുണ്ട്. ഇരിക്കപ്പെടുന്ന അടിയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല, അപ്പനിട്ട് ചെയ്യണത്. നോക്കിയപ്പോൾ ഈ വീതിയുള്ള ഒരു കിരീടം ഈ മാതാവിൻ്റെ ഒക്കെ തല വെച്ചേക്കണ കിട്ടിയിട്ടില്ല. അതിൻ്റെ വലിയൊരു ടൈപ്പ് ആ സാധനം ഉണ്ടാക്കിയിരിക്കണേ. എൻ്റെ അമ്മയെ. പിന്നെ അപ്പൻ്റെ സന്തോഷത്തിന് അപ്പം കുറേ മുല്ലപ്പൂ മൊട്ട് 2 മുഴം മൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കിരീടത്തിൻ്റെ ഇടയ്ക്ക് കെട്ടി. അപ്പം വിചാരിച്ചത് പള്ളി വരുമ്പോൾ വിരിയുമെന്നാണ് വിചാരിച്ചത്. ആര് വിരിയാൻ? അതൊക്കെ അപ്പം ഞാനൊരു ശരിക്കും പരിഹാസ രാജാവായിട്ടാണ് പോകണത്. ശരിക്കും കാലെ പഴുപ്പും വേദനയും അതും മുഖത്ത് ശരിക്കും കാണും. പിന്നെ തലയിൽ ഈ കിരീടം. അപ്പോൾ കുർബാന സ്വീകരണം എന്ന് പറയണതേ വല്ലാത്തൊരു പീഡാസകനമാണ്. മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പീഡാസകനമാണ്. പിന്നെ ഒരു ആൾക്കാരെ നമുക്ക് കളിയാക്കുമല്ലോ. എനിക്ക് പക്ഷേ കർത്താവാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്കിരുന്നത്. വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നിന്നെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ നിന്നെ ഞാൻ എന്നെപ്പോലെ ആക്കിയായിരുന്നു. പരിഹാസ രാജാവായിട്ട് കാലം മുഴുവൻ കൈ മുഴുവൻ വ്രണമായിട്ട് തലയിലൊരു കോമഡി തൊപ്പിയും ആക്കിയിട്ടാണ് നീ പോയത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓർക്കും ഭയങ്കര അഭിമാനം തോന്നും. അപ്പം അല്ല ചെയ്തത്, കർത്താവാണ് ചെയ്തതെന്ന്. എന്താ കാര്യം? ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു സഹനത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാകും. അത് പുള്ളിക്കാരൻ തന്നെ നമുക്ക് ഈ ആൾക്കാരെ കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് സമ്മാനം തരത്തില്ലേ? കല്യാണത്തിനെ കൊണ്ടുവന്ന് നമുക്കൊരു പൊതിയൊക്കെ തരുമല്ല, അതുപോലെ പുള്ളിക്കാരെ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോഴാണ് ആ സമ്മാനം കിട്ടിയതായിട്ടൊക്കെ ഓർക്കുന്നത്. അന്ന് മുതൽ ഈശോയുമായൊരു ബന്ധമുണ്ട്. എൻ്റെ മക്കളെ, നമുക്കിത് സഹനമാണെങ്കിലും അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ ഭയങ്കര അതാണ് പൗലോസൊക്കെ ഇത് അഭിനയിച്ച് ആഘോഷിച്ച ആൾക്കാരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ. അതിൻ്റെ കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. വേണം നമുക്ക് തിരിച്ചു വായിക്കാം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതായത് ക്രിസ്തു നമ്മളെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ കുറച്ച് കലാപരിപാടി നടത്തും. ദിസ് ഈസ് മൈ ബോഡി എന്ന് ക്രിസ്തു പറയണതാണ്. നമ്മൾ കുർബാനയ്ക്ക് എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ, ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ്. ക്രിസ്തു തിരിച്ചും പറയുന്നുണ്ട്. നമുക്കൊരു സഹനം തന്നു കഴിയുമ്പോൾ ക്രിസ്തു പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അപ്പോൾ നമ്മൾ കുർബാനയായി. പക്ഷേ ക്രിസ്തു നാമത്തിൽ എടുക്കണം, സന്തോഷമായിരിക്കണം സഹനങ്ങളിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.